ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പറയാറുള്ളതാണ് നല്ല രീതിയിൽ സാരി ഉടുക്കാൻ അറിയത്തില്ലെന്ന്. ചിലര് സാരി ഉടുത്തല് സൈഡ് ഭാഗം മുഴുവൻ കാണുന്ന പോലെ ആയിരിക്കും, വയറൊക്കെ കാണുന്ന പോലെ ആയിരിക്കും. അത് ചിലർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ സാരി ഉടുക്കുന്നത്. അത് കാരണം ഇങ്ങനെ സാരിയിൽ എപ്പോഴും പിടിച്ച് വലിച്ചിട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ അങ്ങനൊന്നും വരാതെ നല്ല ഭംഗിയില് സാരി ഉടുക്കാൻ പറ്റും കേട്ടോ. ദാണ്ട് ഈ ഒരു സാരിയാണ് ഇപ്പൊ ഞാൻ ഉടുത്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഏത് കളർ സാരിയാണ് ഉടുക്കുന്നത് അതേ സെയിം കളർ വേണം അണ്ടർസ്കേർട്ട് ഇടാന്. ഞാൻ ഇവിടെ സെയിം കളറൊന്നും അല്ല ഇട്ടിരിക്കുന്നത്, കാണിക്കുന്നതിന് വേണ്ടി ആയതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ മുന്താണി അല്ലാത്ത ഭാഗം ഇതുപോലെ കുത്തി വെക്കുന്നു. കുറച്ച് കിളത്തി വേണം ആദ്യത്തെ കുത്ത്. പിന്നെ സാരി സാധാരണ ചുറ്റുന്ന അറിയാമല്ലോ, ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ആദ്യത്തെ കുത്ത് മാത്രം മതി അത്രയും കിളത്തിയെ, അല്ലെങ്കിൽ തട്ട്. ഞാനിവിടെ ആദ്യം തന്നെ മുന്താണി ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാര്യം എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെറുതോ വലുതോ എടുക്കാം. അതുപോലെ തന്നെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഇതിന് നേരെ താഴ്ത്തി ആ ഒരു പാളി കണ്ടോ, കുറച്ച് മാത്രം വ്യത്യാസത്തിൽ എടുക്കാവൂ. കാര്യം ഒത്തിരി അങ്ങ് ചെറുതായി പോകല്, ഒരുപാട് ഇതിനേക്കാളിലും വലുതുമായി പോകല്. അപ്പൊ എന്നിട്ട് നമുക്ക് എത്രയുമാണോ ലെങ്ത് വേണ്ടി അതിന്റെ അനുസരിച്ച് പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതുപോലെ ഇതെല്ലാം കൂടെ പ്ലീറ്റ്സ് എല്ലാം കൂടെ നല്ല കറക്റ്റ് ആക്കി ഇതുപോലെ ഇട്ടിട്ട് ഉണ്ടോ. നിങ്ങൾക്കിപ്പം ബോർഡർ ഉള്ള സാരി ആണെങ്കിൽ ഇതുപോലെ ബോർഡർ നല്ലപോലെ കാണുന്ന രീതിയിൽ അവിടെ പിൻ കുത്തിയിട്ട് അത് ശരിയാക്കാവുന്നതാണ്. വലിച്ച് പിൻ കുത്തണം ഇങ്ങനെ സൈഡിലോട്ട്. അവിടോട്ട് പിൻ കുത്തി ഞാൻ ഈ സൈഡിൽ നിന്നാണ് എടുക്കുന്ന പ്ലീറ്റ് കേട്ടോ. ചിലര് അങ്ങേപ്പുറത്തുനിന്ന് എടുക്കുക, അങ്ങേ സൈഡിൽ നിന്ന്. പക്ഷെ എനിക്കിതാണ് സൗകര്യം. ഈ ഒരു ഭാഗം കണ്ടോ നല്ലപോലെ ഒതുങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പ്ലീറ്റ്സ് എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാസ്റ്റ് പ്ലീറ്റ് വരുമ്പോ ഉണ്ടല്ലോ കുറച്ച് വീതിയിൽ എടുക്കണേ, അല്ലെങ്കിൽ നമ്മളിവിടെ കുത്തി കഴിയുമ്പോൾ ആ ഒരു പാളി അങ്ങ് മാറി മാറിപ്പോ. കണ്ടോ ഇപ്പൊ നല്ല വീതിയിലുണ്ട്. പിന്നെ നമുക്ക് ലെങ്ത് അനുസരിച്ച് ഉള്ളിലേക്ക് കുത്തുന്ന ആ ഭാഗം വെച്ചൊരു പിൻ കുത്തണേ. പിൻ സഹിതം വേണം നമ്മൾ ഉള്ളിലോട്ട് എടുക്കാൻ. എന്താ അങ്ങനെ വെച്ച് പിൻ കുത്തിയിട്ട് പിൻ സഹിതം ഉള്ളിലേക്ക് വെക്കണം. അല്ലെങ്കിൽ നമുക്കത് ഒരു വൃത്തികേടായിട്ട് വരും, വെളി പിൻ കാണും. അതുപോലെ പുക്കിളിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കുത്തല്ലേ, കുറച്ചുകൂടെ റൈറ്റിലേക്ക് ആക്കി വേണം, അല്ലെങ്കിൽ വയറ് കാണും കേട്ടോ. കണ്ടോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ കണ്ടോ ഇവിടൊക്കെ കിടക്കുന്നു. ചിലർക്ക് ഇങ്ങനെ തന്നെ പ്ലീറ്റ് ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ ഇവിടെ. പക്ഷെ ഞാൻ ഇങ്ങനെ വലിച്ചു കുത്താറുണ്ട്. അന്നേരം എനിക്ക് പിന്നെ അവിടോട്ടൊന്ന് കൈ കൊണ്ട് സാരിയിൽ പിടിക്കേണ്ടി ഒന്നും ആവശ്യമില്ല. ഇതുപോലെ വലിച്ചു കുത്തി വെക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടുത്തെ ഈ പ്ലീറ്റ് എടുക്കുമ്പോൾ കുറച്ച് വലിയ പ്ലീറ്റ് തന്നെ എടുക്കണം. അത് ഇതിനു വേണ്ടിയാണ്. ഈ ഭാഗം കണ്ടോ വയറിന്റെ ആ ഭാഗം മറിഞ്ഞിരിക്കും, അതിനു വേണ്ടിയാണ്. ചെറിയ പ്ലീറ്റ് ആണെങ്കിൽ അത് പറ്റത്തില്ല. എന്നിട്ട് ഇതേപോലെ അകത്തുനിന്ന് ബ്ലൗസെ കൂട്ടി ഒരു പിൻ ഇതുപോലെ കുത്തും. ഉണ്ടോ ഇപ്പൊ നല്ല ഭംഗിയായിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഭാഗം മുകളിലത്തെ പ്ലീറ്റും കൂടെ വന്നു കഴിയുമ്പോൾ കാണാൻ പറ്റത്തില്ല. അതുപോലെ ചിലർക്ക് ഇങ്ങനെ ഈ ബോർഡർ അവിടെ ഇങ്ങനെ പിൻ കുത്തുണ്ടാകുന്ന വരിയില്. അത് ഞാൻ ഇപ്പൊ പിൻ ഊരിയെടുത്ത് ഇത് ഈ സൈഡിൽ കൂടെ നമ്മൾ പിൻ കുത്തി ആ ഒരു ബോർഡറില്ലേ അതിങ്ങനെ വലിച്ചെടുക്കുവാണ്. മാക്സിമം നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പൊ ഇവിടെ കണ്ടോ ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് വരും. അവിടെ പ്ലീറ്റ് വന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വയറുള്ള പോലെ തോന്നിക്കും. എന്നിട്ട് ഇതുപോലെ മാക്സിമം വലിച്ചെടുക്കാം ഈ സൈഡിൽ നിന്ന്. അപ്പൊ ആ ഭാഗം അങ്ങ് ഒതുങ്ങി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതുപോലെ കുത്തി വെച്ചാൽ മതി. പുറം ഭാഗത്തായിട്ട് സാരി കൊണ്ട് കുത്തി വെക്കുകയും ചെയ്യല്, അത് വൃത്തികേടാ. നല്ല ഷേപ്പിൽ തന്നെയല്ലേ ഇപ്പൊ. അത് ആ വലിച്ചു കുത്തുന്നതിന്റെ അനുസരിച്ചാണ് സാരിക്ക് ആ ഒരു ഷേപ്പ് വരുന്നത് നമ്മൾ ഉടുക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉടുത്ത് നോക്കണേ. ശ്രദ്ധിക്കേണ്ട 2-3 കാര്യമേ ഉള്ളൂ. പ്ലീറ്റ് ഇടുമ്പോ ഏറ്റവും മുകളിലത്തെ പ്ലീറ്റിന് നേരെ താഴെയായിട്ട് ഉള്ളത് ഏകദേശം അതിനോട് അടുത്ത് വരണം. അതുപോലെ താഴെ പ്ലീറ്റ് ഇടുമ്പോഴും ഏറ്റവും മുകളിലുള്ള ഭാഗത്തേക്ക് ഇച്ചിരി വീതി വേണേ.